വല്ലാത്തൊരു പ്രതിസന്ധിയായി പോയിട്ടോ. അവര് നമ്മളെ കണ്ട് ഭയന്നിട്ടാണ് ചിലപ്പോ നമ്മുടെ നേരേക്ക് വരുന്നത്. അത് ശ്രദ്ധിച്ചു പോവുക, അത്രേ ഉള്ളൂ. ബെസ്റ്റ് മുട്ടി പുളി മുട്ടി. ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു എന്താ പറയുക, ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ്. ഇവിടെ നമുക്കിനി ചിമ്മിനി ഫോറസ്റ്റിലേക്ക് എത്തണം. ഇതിന്റെ 3rd സോളോ ട്രക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മണിക്ക് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് 4:15 വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമുക്കിനി പെട്രോൾ അടിക്കണം. ടയറിന്റെ കാറ്റ് ഇത്തിരി കമ്മിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് വേണം പോകും. ഇന്നലെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താ പെട്രോൾ പമ്പിലേക്ക് എത്തിയേക്കുവാണ് കേട്ടോ. നമുക്ക് 7:30 മുന്നേ ഈ ഒരു സാങ്ച്വറിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എന്താ പാലേക്കര ടോൾ കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് ആമ്പല്ലൂർ റൂട്ടാണ്. ഇവിടുന്ന് 33 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പോകുന്ന വഴി കുറച്ചൊക്കെ ഗട്ടറി ആയിട്ടുള്ള ചെറിയ ടൗണൊക്കെ കടന്ന് വേണം പോകാനായിട്ട്. അത് കഴിഞ്ഞുള്ള റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡാണ്. സ്റ്റിൽ ആ ഒരു സാങ്ച്വറി എത്തുന്ന വരെ 2 സൈഡിലും വനം പോലെയൊക്കെ നമുക്ക് തോന്നും, മുളങ്കാടുകളുണ്ട്. നമ്മളുടെ കാട്ടിൽ എത്തിപ്പെട്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവേ. കാര്യമായിട്ട് ട്രാഫിക് ഒന്നുമില്ല. ഏർലി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. അതോ ഈ വഴി ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചും കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻസ് ആണ്, കണ്ടെത്താ ദൂരത്തോളം പറഞ്ഞു കിടക്കുന്ന പ്ലാന്റേഷൻസ്. മുന്നേ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും റബ്ബർ പ്ലാന്റേഷൻസ് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നിപ്പോവേ. ആകെ ഉണ്ടായൊരു പ്രശ്നം ദാ ഈ കാണുന്നതാണ് കേട്ടോ. വല്ലാത്തൊരു പ്രതിസന്ധിയായി പോയിട്ടോ. ഞാനെങ്ങനെ കാർ കൊണ്ടുപോകും? റോഡിന്റെ നടുക്ക് കിടക്കുക, കുറേ പശുക്കളുണ്ട്, ആരെയും കാണുന്നുമില്ല. ഓക്കെ, നോക്കട്ടെ. വഴി നിറയെ ചാണാനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പശു ആണെങ്കിൽ വേറെ കുരിശ്. നിറയെ ചാണെന്ന് പറഞ്ഞാൽ നിറയെ ചാണം. ഇതൊന്നും അല്ല കേട്ടോ, എനിക്ക് വീടെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒറ്റയ്ക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തിയെടുക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് ഇത്രയും ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെയല്ല, നമുക്ക് വീഡിയോ കാണുന്നതിനെക്കാട്ടിലും എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഭംഗി തോന്നുന്ന നേരിട്ട് കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 3 പശുക്കൂട്ടങ്ങളെ കടന്നിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഇവന്മാർ പിന്നെ ഹോൺ അടിക്കുമ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, നിൽക്കുകയാണല്ലോ. പക്ഷെ ആ കിടന്നിരുന്ന പശു ഉണ്ടല്ലോ, ഞാൻ പുറത്തിറങ്ങി ഉന്തി തള്ളിയിട്ടും അവന്മാർ അനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വഴി ഉണ്ടാക്കി എങ്ങനെയൊക്കെയോ പോരുക ചെയ്ത് കേട്ടോ. കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ ഒരു പാടാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടെ എൻ്റെ ഒരു 10 മിനിറ്റ് പോയിട്ടുണ്ടാവേ. ഫൈനലി നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. 7:16 ആയപ്പോഴേക്കും സാങ്ച്വറിയുടെ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു. ഇവിടെ എനിക്ക് കാര്യമായിട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 1000 റുപ്പീസിൻ്റെ ഒരു ട്രക്കിംഗ് പാക്കേജ്, അതിന് പറയുന്നത് ക്ലൈമറ്റ് വാക്കിംഗ് എന്നാണ്, അത് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പം അതിന് നമുക്ക് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ചെറിയൊരു സത്യവാങ്മൂലം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ആന ചവിട്ടിക്കൊന്നാലോ കടുവ കടിച്ചാലോ ഒന്നും പ്രശ്നമില്ല എന്നായിരിക്കും. ഞാൻ മുഴുവൻ വായിച്ച് നോക്കിയില്ല. എന്തായാലും ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ് കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴി ഇവിടെ യൂഷ്വലി കൊട്ടവഞ്ചി സവാരി ചെറിയ ട്രക്കിങ്ങുകളൊക്കെ ഉണ്ട്, അതിന് പോകുന്ന വഴിയാണ്. പക്ഷേ ഈ ഒരു ട്രക്കിങ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പ്രയറായിട്ട് അവരെ വിളിച്ച് അത് പേര് കൊടുക്കണം. അവർ നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിനാണ് നമ്മൾ അവിടെ എത്തിച്ചേരേണ്ടത്. അതായത് നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞ് അവിടെ ചെന്ന് ഈ ഒരു ട്രക്കിംഗ് നടത്താനായിട്ട് സാധിക്കത്തില്ല. 7:30 കയറിയിട്ടുണ്ടെങ്കിൽ 2:30 നമ്മൾ ആ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുക. ഇതിനകത്ത് ഫുഡെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പോകുന്ന വഴിക്ക് ചിമ്മിനി ഡാം കാണാം. ഇതാണ് ചിമ്മിനി ഡാം. ഇറിഗേഷൻ പർപ്പസ് ആണ് മെയിനായിട്ടും. ഭയങ്കര വെള്ളമൊന്നും കാണാനില്ല, മഴയില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇത് കേരളത്തിലെ 2nd ഹയസ്റ്റ് ഡാം എന്നാണ് പറയുന്നത്. നമ്മുടെ ഗൈഡ്സ് ആണ് ഇതാ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആളെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് ട്രക്കിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് അപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എത്ര അപ്പം വേണമെങ്കിലും കഴിക്കാം. ഞാൻ ഒരപ്പവും ഗ്രീൻ പീസ് കറിയും കഴിച്ചു. രാവിലെ 2 ബുൾസയും ചായ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നമ്മളിതുപോലെ നടക്കുമ്പോഴൊക്കെ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് നടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. വയറൊക്കെ കൊടുത്തി പിടിക്കും. പിന്നെ നല്ല മെറ്റബോളിസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ക്ഷീണവും കൂടും. ചുറ്റുമുറ കാണാൻ നല്ല ഭംഗിയാണ്. അത് ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചായ ഉണ്ടായിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുടിച്ചില്ലായിരുന്നു. വാക്കിംഗ് പറഞ്ഞ സംഗതി സംഘടിപ്പിച്ചു തുടങ്ങിയത് അത്യാവശ്യം ഹൈ ടെറൈനാണ് ഈ നടക്കുന്നത്. നമ്മൾ ഈ കാടിൻ്റെ എല്ലാതരം ഭൂമി കൂടെ നമ്മൾ പോകും. തേക്ക് തോട്ടം, അതുപോലെ ഇല പൊഴിയുന്ന കാട്, അതുപോലെ നല്ല എന്താ മഴക്കാടെന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം മഴക്കാടിൻ്റെയൊക്കെ സ്വഭാവങ്ങളൊക്കെ കാലാവസ്ഥയുടെ അനുസരിച്ച് മാറി മാറി വരും.
പക്ഷെ എല്ലാ തരം ടെറൈനും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് വാക്ക് എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ മുമ്പ് ട്രക്കിങ്ങിന് പോയ ആൾക്കാരൊക്കെ ആയിരിക്കാം, പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ എന്താ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോയ സ്ഥലത്തെ പ്രത്യേകത ആയിരിക്കില്ല ഇവിടെ. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഇതൊരു സൂ അല്ല. നമ്മൾ അവിടെ കടുവയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പുലിയുണ്ട്, ഇവിടെ ആനയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കെട്ടിട്ടിരിക്കുകയല്ല. മേ ബി കാണാം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനിടയിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പരസ്പരം വിട്ടുവിട്ട് പോവാതെ, ഒരുപാട് കഴിഞ്ഞ് പോവാതെ ശ്രദ്ധിച്ച് പോവാം. അപ്പൊ ശരി. ഇദ്ദേഹം പുഷ്പൻ, പിന്നെ മനോജ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാൻ നമ്മളോട് പറയാൻ പഠിക്കണ്ട. മീൻസ് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അപ്പൊ നമുക്ക് തന്നെയും നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചത് കൊണ്ടുവരും. നമ്മള് ആ ഒരു ധൈര്യം നമുക്ക് തരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് പോവുക. കൂടുതൽ നേരം നടക്കുമ്പോൾ ചിലപ്പോൾ ടെറൈൻ കൂടുന്നതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ നമുക്ക് ഇരിക്കാം, ശ്രമിച്ചിട്ട് പോവാം. നമുക്ക് നാണക്കേടൊന്നും ഇല്ല കേട്ടോ. ഒരു കാര്യമുള്ളത്, നല്ല ഇതായിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഫ്രണ്ടിൽ ഓടി പോകരുത്. കാരണം ഇതൊരു സംഘമാണ്, നമ്മളെല്ലാവരും പരിഗണിക്കണം. ഓടി ഫ്രണ്ടിൽ പോകരുത് എന്ന് പറയാം. എല്ലാ ഗൈഡുമാരുടെ നിർദ്ദേശം അനുസരിക്കാം. മനുഷ്യനെ പോലെ തന്നെ മരങ്ങൾക്കും അസുഖം വരും. അപ്പം ഒരു അസുഖത്തിനോടുള്ള ഒരു റിയാക്ഷനാണ് ഇത്. പഞ്ഞിമരമാണ് കേട്ടോ, അല്ലെങ്കിൽ കപ്പൂക്ക ട്രീ എന്ന് പറയണത്. നമ്മുടെ പഞ്ഞിക്കായ ഉണ്ടാവില്ലേ, ആ ഒരു മരമാണ്. ആ ഒരു മരം റെയിൻ ഫോറസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിൻ്റെ താഴത്തെ ആ ഒരു വേരിന് ഭയങ്കര ഒരു വീതിയായിരിക്കും. ഇത് വാരിക്കുഴിയാണ്. പണ്ടൊക്കെ ആനേനെ പിടിച്ചിരുന്നത് ഇങ്ങനെ വാരിക്കുഴി ഉണ്ടാക്കിയിട്ടാണല്ലോ. ഇത് പഴയതാണ്, കുഴിയൊക്കെ നികന്നു തുടങ്ങി. ഇപ്പോൾ ആനേനെ അങ്ങനെ പിടിക്കാൻ പാടില്ല. തൊട്ടപ്പുറത്ത് വേറൊരു കുഴിയും കൂടിയുണ്ട്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വാരിക്കുഴി കാണുന്നത്. നമ്മൾ ഈ കഥയിലൊക്കെ വായിച്ചു തന്നെയാണ് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും നടക്കുവാണ്. ഫസ്റ്റ് നമ്മളൊരു ടീക്ക് പ്ലാന്റേഷനാണ് കഴിഞ്ഞ് വന്നത്. ഇനി നമ്മൾ അടുത്ത ടെറയിലേക്ക് കയറുവാണ് കേട്ടോ. ഇത് ശരിക്കൊരു മഴക്കാടാണെന്നുണ്ടെങ്കിലും മഴക്കാടിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ മഴക്കാട് തന്നെയാണ് ഇത്. ഇത് നമ്മുടെ ഫയർ ലൈനാണ്. ഫയർ ലൈൻ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടിയിട്ട് മാനുവലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ഫയർ ലൈന്. ഇവിടെ വെട്ടി തെളിച്ച് വൃത്തിയാക്കിയിടും. അപ്പം ആ ഒരു പോർഷൻ വരെ കാട്ടുതീ പടരത്തുള്ളൂ. അതായത് നമുക്ക് ഫയർഫോഴ്സ് അത് കൊണ്ടുവന്ന് വെള്ളം തെളിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സെക്കൻഡ് ടെറയിൽ ഇതാ ഇതുപോലെ വലിയ വലിയ മരങ്ങളുണ്ട്. അത്യാവശ്യം തണലും നിഴലൊക്കെ ഉണ്ട്. ആദ്യത്തെ പോലെ അല്ല കേട്ടോ. സൂപ്പറാ. അതിന്റെ സ്കിന്ന് മാത്രം അച്ചാറിടും. അതിന്റെ ഉള്ളിൽ നമ്മള് മാംഗോസ്റ്റിന്റെ മാതിരി ചെറിയ ചോളകളുണ്ടാവും. സീഡോടുകൂടി. ഇത് പഴുത്ത എങ്ങനെയാണ്? റെഡ് തന്നെ പഴുത്താല് റെഡ് തന്നെ. ആ ഒന്നുകൂടി നല്ല റെഡ് ആവും. എന്ത് പ്രത്യേകത വെച്ചാൽ ഇതിന്റെ കൈയിടുന്ന് നോക്കിയിരുന്നു. പാമ്പ ചെറിയൊരു മടക്കി ചാടി. നമ്മളവിടെ ചിലർ മടക്കാതൊക്കെ പറയും. അതായത് ഈ അണലൂരെ വിഭാഗത്തിൽ പെട്ടതാ. പോകുന്ന വഴിക്ക് ചെറിയ കുഴികളൊക്കെ കാണാം. ഇത് കാട്ടി അഥവാ കാട്ടുപോത്തിൻ്റെ കുളമ്പ് ഇറങ്ങിയിട്ടുള്ള കുഴികളാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്യമൃഗങ്ങൾ ഉള്ളതാണ്. കടുവ, ആന, കാട്ടുപോത്തൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം, നമ്മുടെ സ്മെല്ല്, അപ്പോൾ നമ്മുടെ പ്രസൻസ് അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നതിനേക്കാൾ മുന്നേ അവന്മാർ സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുങ്ങളെ കാണാന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഇത് ശരിക്കും നമ്മുടെ സാധാരണ വാളംപുളി കടിക്കാൻ പോലെ ആ പുളി. ഇരിക്കട്ടെ. മുട്ടിൽപ്പഴല്ലേ? ഇത് ദക്ഷിണേന്ത്യയിലെ മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു എൻഡമിക് സ്പീഷീസ് ആയിട്ടുള്ള മരമായതുകൊണ്ട് ഒരു അപൂർവ മരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പഴം ഭക്ഷ്യയോഗ്യമാണ്. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, കർക്കിടകാവും പഴുക്കാനെന്നാണ് പറഞ്ഞത്. പഴുത്തിട്ടുണ്ടെങ്കിൽ മാംഗോസിൻ്റെ ഉള്ളിൽ പോലെ ചെറിയ തല്ലികളുണ്ട്. അത് നന്നായിട്ട് മധുരവും പുളിപ്പും ഒക്കെ ആയിട്ടായിരിക്കും ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇതിനൊരു പുളിപ്പും ചവർപ്പുമാണ് കേട്ടോ. വലിയ മരമാവുന്നതാണ്. മരത്തിൻ്റെ തണ്ടേ കൂടെയൊക്കെ ഇങ്ങനെ മുന്തിരിക്കൊല പോലെ കായകൾ ഉണ്ടാവുകയും മൂട്ടിലാണ് അധികവും പഴം. അതുകൊണ്ടാണ് ഇതിനെ മൂട്ടിത്തൂറി അല്ലെങ്കിൽ മൂട്ടിപ്പുളി എന്നൊക്കെ പറയുന്നത്. ഇത് കുറച്ച് സ്റ്റെപ്സ് ആട്ടോ, മരത്തിൻ്റെ വേരുകൾ കൊണ്ടുള്ള സ്റ്റെപ്സ്. വീഡിയോയിൽ അത്യാവശ്യം ഫ്ലാറ്റായിട്ടൊക്കെ തോന്നുമെങ്കിലും അത്ര ഫ്ലാറ്റ് അല്ല കേട്ടോ, നല്ല ചെരിവാണ്. നമുക്ക് വീഡിയോയുടെ എന്തെങ്കിലും ആംഗ്ലേഷൻ കൊണ്ട് തോന്നുന്നതായിരിക്കും.
വഴിയിലൊരു വെള്ള നിശാശലഭം ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗി തോന്നി. വൈറ്റിൽ ബോർഡറായിട്ട് ചെറിയ ബ്ലാക്ക് ഡോട്ട്സ്. ഇപ്പം ഇട്ടതല്ലെങ്കിലും അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഒരു ആനപ്പിണ്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ റൂട്ട് തന്നെയാണ് കേട്ടോ. കാരണം പോകുന്ന വഴിക്കൊക്കെ ഫുൾ കാട്ടിയുടെ കാൽപ്പാടുകളും ആനയുടെ കാൽപ്പാട്, ആനപ്പിണ്ടം ഒക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഭാഗ്യം പോലെയാണ് നമ്മൾ ഇതുപോലെ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോകുമ്പോൾ മൃഗങ്ങളെ കാണാൻ സാധിക്കുക എന്നുള്ളത്. ഈ മരം ആദ്യം കാണിച്ചില്ലേ, പഞ്ഞിമരം, നമ്മുടെ പഞ്ഞിക്കായ ഇല്ലേ, അതിന്റെ മരമാണ്. പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത്. നമ്മൾ പഞ്ഞിമരം എന്ന് പറയും, പാലക്കാട് പൂളമരം എന്ന് പറയും, ഈ ഭാഗത്തേക്ക് ചീനിമരം എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് ആനയുടെ കാൽപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ആനയുടെ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഇതിനേക്കാൾ വലുതാണ് വലിയ ആനയുടെ കാൽപ്പാദം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അധികം നേരമൊന്നും ആയിട്ടില്ല പോയിട്ട്. കാരണം ആ ഒരു ഭാഗത്ത് അധികം നേരമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇല വന്ന് മൂടിയിട്ടുണ്ടാവും. അപ്പം വലിയ താമസമില്ലാതെ പോയതാണ്. കാരണം ഇതൊക്കെ ആനപ്പിണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്മാർ ഇതിലെ കൂടെ പോകുന്ന അതിൽ കൂടെയൊക്കെ ആനകൾ വഴിയുണ്ടാക്കി ഇറങ്ങും എന്നാണ്. പിന്നെ ഇവന്മാർക്ക് പ്രത്യേകിച്ച് ടെറൈനൊന്നുമില്ല, എല്ലാ ടെറൈനിൽ കൂടെയും ആനയ്ക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അത്രയും വലിയ ജീവി എങ്ങനെ ഈ കയറ്റമൊക്കെ കയറുന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ ഇറക്കം ഇറക്കുന്നൊക്കെ. പക്ഷേ ഇതൊക്കെ അവന്മാർക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇതാ കാണുന്നത് നമ്മൾ ആദ്യം കണ്ടില്ലേ മൂട്ടിൽ പഴം, അതിൻ്റെ മരമാണ് കേട്ടോ. അതിൻ്റെ തണ്ടേ കൂടെയൊക്കെ ഇതുപോലെ കായകളുണ്ടാവും. അപ്പോൾ അത് പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണത്. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും കുറേ ഉണ്ടായിരുന്നേ ഒരു ബ്ലൂ കളർ ഈ ജീവി. അതിൻ്റെ മുതുകിൽ ഒരു ഓട്ടയുണ്ട്. അപ്പോൾ ഇതിനെന്തോ തിന്നിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇതൊരു മോഡറേറ്റ് ടഫ് ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ വലിയ മരങ്ങൾ ക്രോസ് ചെയ്യേണ്ടി വന്നു. അത് കാറ്റുകൊണ്ട് വീണതാവാം, അല്ലെങ്കിൽ ആൽമരമുണ്ട്, അതിങ്ങനെ മറ്റു മരങ്ങളുടെ മേലെ കയറിയിട്ട് അവസാനം അതിനെ അങ്ങ് വീഴ്ത്തി കളയും. അപ്പം അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോകേണ്ടി വന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷേ ഇതത്ര ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കില്ല. നല്ല ടഫ് തന്നെയാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നാം. പിന്നെ നല്ല ഫിസിക്കൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് കയറി പോകാമെന്ന് മാത്രം. ഒരുപാട് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതത്ര ബുദ്ധിമുട്ടായിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ഓരോ ട്രക്കിങ്ങിലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓരോ ടെറൈൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ മുന്നേ ചെയ്ത ഒരു ഭൂപ്രകൃതിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെറൈനാണ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ളത്. കയറ്റും എല്ലാം കയറി നമ്മൾ അത്യാവശ്യം റോക്കി ആയിട്ടുള്ള ടെറയിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു അരുവിയുടെ സൈഡാണ് കേട്ടോ. വെള്ളമൊന്നുമില്ല, കാരണം മഴയൊന്നുമില്ലല്ലോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടെയൊക്കെ നീർച്ചാലുകൾ ഉണ്ടാവും. അപ്പം നമുക്കിനി ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭൂപ്രകൃതി അത്ര അപരിചിതമല്ല എന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയാസങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് തോന്നും. അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ക്ഷീണവും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ടീമിൽ അതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ പറയാതെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് കേട്ടോ. മുട്ടിപ്പുളി, മുട്ടിത്തൂരി, മുട്ടിപ്പഴം. ഇതിന്റെ ഉള്ളിൽ മധുരം കാണോ? അതിനുള്ളിൽ ഇങ്ങനെ സീഡായിട്ട് മാംഗോസിന്റെ ഉള്ളിൽ ചുളകൾ കാണില്ലേ, അതേമാതിരി 2 3 അങ്ങനെ ചുളകളുണ്ടാവും. കയ്പും പുളി ശരിക്കും മുത്തിട്ടില്ല, മധുരമായി വന്നിയുള്ളൂ. കർക്കിടകത്തില് ഇവിടെ എങ്ങനെ ട്രക്കിംഗ് ഉണ്ടാവോ? ഭയങ്കര ടഫായിരിക്കും. അല്ല അത്രക്കില്ല, ചെറുതായിട്ടൊക്കെ. അസെൻഡിങ് ഏരിയാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചെതൽപ്പുറ്റ് കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ്. നമ്മുടെ നാട്ടിലേക്ക് അധികം റെഡ് കളറല്ലേ കാണുന്നത്. ആ ഒരു കാട്ടിൽ ബ്ലാക്ക് കളർ മണ്ണായതുകൊണ്ട് ബ്ലാക്ക് കളർ ചെതൽപ്പുറ്റാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല രസം തോന്നി. കോഫി പൗഡറൊക്കെ പോലെ അല്ലെങ്കിൽ ടീ പൗഡറൊക്കെ പോലെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഇരുന്ന ടീം എന്ന് പറയുന്നത് തൃശ്ശൂർ ബാങ്ക് ഓഫ് ബറോഡയിലെ സ്റ്റാഫുകളായിരുന്നേ. പിന്നെ ഞാൻ വേറൊരു അദ്ദേഹം, അങ്ങനെ 16 പേരായിരുന്നു കേട്ടോ. അവർ നമ്മളെ കണ്ട് ഭയന്നിട്ടാണ് ചിലപ്പോൾ നമ്മുടെ നേരേക്ക് വരുന്നത്. അത് ശ്രദ്ധിച്ച് പോകുക, അത്രേ ഉള്ളൂ. ഈ ശബ്ദം വർത്താനം ഒന്ന് കുറച്ചിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഗൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരും. സൈലൻ്റായിട്ട് പോയാലേ കാണാൻ പറ്റുമോ? എത്ര എന്തായാലും നിങ്ങൾ ഇത്രയും കയറി ഇവിടെ എത്തിയതല്ലേ, എന്തെങ്കിലും കാണണ്ടേ? ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കൂണുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആനപ്പിണ്ടത്തിൽ ഒരു പ്രത്യേകതരം കൂണുണ്ട്, അത് അധികം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇത് കൂട്ടം കൂട്ടമായിട്ടുള്ള മറ്റൊരു കൂണ്. അങ്ങനെ ഒരു പൂക്കൾ കാണുന്ന ഒരു ഭംഗി തന്നെയാണ് നമുക്ക് ഈ കൂണുകൾ കാണുമ്പോൾ തോന്നുന്നത്. ഇത് വള്ളിച്ചൂരലാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ വള്ളി പോലെ ഇങ്ങനെ പാമ്പ് പോലെയൊക്കെ കിടക്കുന്ന ചൂരലാണ്. ഇതും കൊണ്ടും കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കും. ഇതല്ലാത്ത ചൂരലും ഉണ്ട്, അതുകൊണ്ടും നമ്മൾ ഉണ്ടാക്കും കേട്ടോ.
ഈ കാണുന്നത് നമ്മുടെ ടെറിറ്ററി കിങ്ങിൻ്റെ കാൽപ്പാടുകളാണ്, കടുവയുടെ കാൽപ്പാദങ്ങളാണ് കേട്ടോ. ഒരു ടെറിറ്ററിയിൽ 1-2 കടുവേ ഉണ്ടാവത്തുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവത്തില്ല. അവിടേക്ക് വേറൊരു കടുവേനെ അടുപ്പിക്കില്ല കേട്ടോ. അടുക്കണമെങ്കിൽ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ ഉണ്ട്. പുള്ളി ഇറങ്ങി വന്നേക്കുന്നതിൻ്റെ കാൽപ്പാടുകളാണ്. നടക്കുന്നതിനിടെ നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നതാ ഒരു വ്യൂ പോയിന്റിൽ എത്തിയേക്കുവാണ്. ഇവിടെ ഭയങ്കര വെളിച്ചവും കുറച്ച് വെയിലൊക്കെയാണ് കേട്ടോ. ഇതുവരെ നടന്നിരുന്ന ഒരു ക്ലൈമറ്റേ അല്ല, അതൊക്കെ മാറി ഒരു തെളിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളും ഗൈഡൊക്കെ ഭയങ്കര ക്ഷമയുള്ള, ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റി കേട്ടോ, പല തരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ. ഇത് ചൊട്ടശലഭമാണ്, ചൊട്ടയിൽ തന്നെ വൻചൊട്ടശലഭമാണ് ഈ കാണുന്നത്. നല്ല വെയിലാണ് കേട്ടോ, നല്ല തെളിഞ്ഞ സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല വെയിലുണ്ട്. പക്ഷെ അടിപൊളി. ഈ ഒരു ട്രക്കിങ്ങിൽ എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ, എൻ്റെ ഒപ്പം നിന്നിരുന്ന ആളാണ് ഇതാ കാണുന്നത് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് ഡെക്കാത്ലൻ്റെ ഒരു ട്രക്കിംഗ് ബോർഡാണ് കേട്ടോ. ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു നിശാശലഭമാണ് കേട്ടോ, അതായത് രാത്രിയിൽ പുറത്തിറങ്ങുന്ന ശലഭം. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കുന്നത്, ആ ഒരു യെല്ലോ ബ്ലാക്ക് ക്രീം ഒരു കോമ്പിനേഷനിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വർഷത്തിൽ ഒറ്റ പ്രജനനകാലമേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുട്ടയിടുക, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, അങ്ങനെയൊന്നുമില്ല, ഒറ്റ പ്രജനനകാലം മാത്രം. ഇത് നമുക്ക് പലർക്കും അറിയാമായിരിക്കും, നമ്മൾ സ്ലേറ്റ് മാക്കാൻ ഉപയോഗിച്ചിരുന്ന അണ്ണാമ്പച്ചയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കരികിലക്കിടയിൽ കാക്കശലഭത്തിൻ്റെ പുഴുവിനെ ചോണനുറുമ്പുകൾ വട്ടമിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ മിക്കവാറും തിന്നിട്ട് അവന്മാർ വിടാൻ വഴിയുള്ളൂ. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം വന്നിട്ട് കോമൺ ഇന്ത്യൻ ക്രോ ബട്ടർഫ്ലൈ എന്നാണ്. മറ്റൊരു പേര് അരളിശലഭം എന്നാണ് കേട്ടോ. കാടിൻ്റെ പ്രദേശങ്ങളിൽ ഇവരെ കൂട്ടത്തോടെ ധാരാളമായിട്ട് കാണാറുണ്ട്. നമ്മൾ ആദ്യം കണ്ട ഒരു ഏരിയയിൽ അവിടെ ഇവന്മാർ ധാരാളം ഉണ്ടായിരുന്നേ. ഈ ഒരു പാറയും മണ്ണും മരങ്ങളും നിറഞ്ഞ ഭാഗം കയറി ചെന്നിട്ട് വേണം നമ്മുടെ അടുത്ത റെസ്റ്റിംഗ് സ്പോട്ടിലേക്ക് എത്താൻ കേട്ടോ. അതൊരു റോക്കി ടെറൈനാണ്, അവിടെയാണ് നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കടന്നു വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും ചിലതൊക്കെ നമ്മൾ വഴി വെട്ടിയാട്ടോ വരുന്നത്. പിന്നെ ഇവ നല്ല പരിചയമുള്ളവർക്കാണ് ഈ ഉൾക്കാട്ടികളുടെ വഴികൾ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഇതിലേ വന്നു ഇതിലേ പോയി എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. ഏറ്റവും മുന്നിൽ പോയാൽ ഇതിലേ പോയി ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മളോരോ ശബ്ദമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവരെ ഫോളോ ചെയ്തൊക്കെ പോകുന്നത്. ഇവിടെ അത്യാവശ്യം ഡിഫറെൻ്റ് ആയ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവത്തില്ല, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ താഴേന്നാണ് കയറി വന്നത് കേട്ടോ. ഇതങ്ങനെ സ്ലോപ്പൊന്നും ആയിരുന്നില്ലേ, അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. അത്യാവശ്യം ഗ്രിപ്പൊക്കെയുള്ള ചെരുപ്പ്, അല്ലെങ്കിൽ നമുക്ക് നടന്ന് പരിചയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പാറയുടെ ഇടയ്ക്കുള്ള വിടവിലൊക്കെ ആ ഒരു സ്റ്റിക്കർ കുത്തിയിട്ടാണ് നമ്മൾ കയറി വന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മണ്ടയിലെത്തിയപ്പോഴുള്ള വ്യൂ ആണിത്. ഇതിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ നമ്മൾ ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ് എത്തി നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ കുറച്ച് ഇങ്ങനെ ട്രെക്കിംഗ് ഉണ്ട്. ഇനി നമ്മൾ നല്ല അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതേ ഉള്ളെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്ന ഫുഡ് നട്ട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ബിസ്ക്കറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളിൽ ഏറ്റവും ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വെള്ളം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡാണെന്നുള്ളത് എനിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഇത് നമ്മുടെ ബാങ്കിൻ്റെ കൊണ്ടുവന്ന ആപ്പിളാണേ. ഇത്രയും ഉയരത്തിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ടാണോ അതോ വിശന്നിട്ടാണോ എന്ന് അറിയത്തില്ല. വിശപ്പല്ല, നമുക്ക് ആ ഒരു വാട്ടർ ലോസ് കൊണ്ടാണെന്ന് അറിയത്തില്ല. ആപ്പിളിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പുഷ്പേട്ടന് ഇങ്ങനെ നടന്ന ശീലമുള്ളതുകൊണ്ട് പുള്ളി ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ നടക്കുന്നത്. എനിക്കൊന്നും പുള്ളി വേർക്കൊന്നും കൂടി ഇല്ലാന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 14 പേര് വേർക്കേണ്ട വേർപ്പ് ഞാൻ വേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇത്തിരി വേർപ്പിൻ്റെ അസുഖമുള്ള ആളാണ്, പെട്ടെന്ന് വേർക്കും കേട്ടോ. ഞാനൊക്കെ നനഞ്ഞ് പിണ്ടി അയക്കുന്നു. ഇനി പാറയുടെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പോവാണേ. ചില സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വഴി വെട്ടിയാണ് നമ്മൾ പോകുന്നത്. മരങ്ങളിലൊക്കെ അടയാളം കാണാൻ സാധിക്കും. അത് ഇതേ കാട്ടിലൊക്കെ കയറുമ്പോൾ നമുക്ക് വഴി തെറ്റാണ്ടിരിക്കാൻ വേണ്ടി അവരിടുന്ന അടയാളങ്ങളാണ് കേട്ടോ. ശരിക്കും നമ്മൾ ട്രക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ നമ്മൾ മറന്നു പോകുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആയിരുന്നേ. ചിമ്മിനി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരു അസാധ്യമായിട്ടുള്ള കാഴ്ചയായിരുന്നു.
ഇതിനെ മീശപുരിയൻ വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നതെന്നാണ് നമുക്ക് സാറ് പറഞ്ഞു തന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഏതാണ്ട് ആ ഒരു പേരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഇതായിരുന്നു എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ കേട്ടോ. നമുക്കൊരു പാട്ടൊക്കെ വെച്ച് 5 മിനിറ്റ് ഇരുന്നാലോ എന്നൊക്കെ ഒരു മൂടൊക്കെ വരും. അനുരാഗവിലോചനായി അതിലേറെ മോഹിതരായി ഒരു വേളി നീർത്തും ചന്ദ്രനോ തിടുക്കം മഴനാളായി താഴെ ഇറങ്ങും ഒരു തിടുക്കം. ഇനി നമ്മൾ മല ഇറങ്ങുവാണ് കേട്ടോ. കയറുമ്പോൾ നമുക്ക് കയറ്റമാണ് ഡിഫിക്കൽട്ടി തോന്നും, ഇറങ്ങുമ്പം ഇറക്കമാണ് ഡിഫിക്കൽട്ടി. കയറുമ്പോൾ നമുക്ക് അധികം ശ്വാസം മുട്ടൽ, ബ്രീത്തിങ് ട്രബിൾസ് ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഇറങ്ങുമ്പം നമ്മുടെ മുട്ട്, തൊട, വിരലുകൾ ഇതൊക്കെ ഭയങ്കര സ്ട്രെയിൻഡ് ആയിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഡിഫിക്കൽട്ടി ഒന്ന് കുറഞ്ഞു കിട്ടും, കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ പുട്ടിന് നനച്ച പോലത്തെ ഒരു മണ്ണാണ്, നമ്മൾ ചവിട്ടുമ്പോഴേക്കും അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകും. അപ്പോൾ നമ്മുടെ അടുത്ത് അവർ തന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കൂട്ടം കൂട്ടമായിട്ട് നടക്കാതെ കുറച്ച് വിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ തിരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അങ്ങ് ഊർന്നു പോകും. അപ്പം അങ്ങനെ നമ്മൾ ചെറിയ ഗ്രൂപ്പായിട്ടാണ് ഇറങ്ങി തുടങ്ങിയത്. ഇത് നമ്മൾ അങ്ങനെ അവിടെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതല്ല കേട്ടോ, ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഗ്രൂപ്പ് അങ്ങ് ഉണ്ടായി വരുവാണേ. കാരണം ചിലർ സ്പീഡിൽ നടക്കുന്നവരായിരിക്കും, ചിലർക്കൊരു മോഡറേറ്റ് വാക്കിംഗ് ആയിരിക്കും, ചിലർ ഭയങ്കര മെല്ലെ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വേവ് ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് അങ്ങ് മാറുവേ. ഇതിൽ നമ്മൾ നടന്നുണ്ടാക്കിയ പോലുള്ള ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ, ഓരോ ആളുകൾ വെച്ച് നീങ്ങാൻ പറ്റുന്ന വഴികളാണ്. ഏതൊക്കെ ബട്ടർഫ്ലൈസ് കിടന്ന് മുന്നിൽ കളിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇരുന്നാലൊക്കെയാണ് ഇവന്മാർ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങ് ചെറിയൊരു അരുവി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മഴക്കാലത്ത് ചിലപ്പോൾ അത് വാട്ടർഫോളായി മാറിയേക്കും. നമ്മൾ ഈ ട്രക്കിങ്ങിൽ കണ്ട ഏക വാട്ടർ സോഴ്സ് ഇതായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലെ വെള്ളമൊക്കെ ഇവിടെ എത്തിയപ്പോഴേക്കും ഒന്ന് തീർന്നായിരുന്നു. അപ്പം അവരൊക്കെ ബോട്ടിലിൽ ഇവിടുന്ന് വെള്ളം നിറച്ചു. എനിക്ക് മിനറൽ വാട്ടർ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ദാഹിക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബോട്ടിലിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇവിടുന്ന് കുടിക്കുകയും ചെയ്തേ. പിന്നെ അട്ടയുള്ള സ്ഥലമാണ്. നമ്മൾ ചെന്നപ്പോൾ ഒരാളുടെ കാലിൽ അട്ട കടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മളതിന് മരുന്നൊക്കെ ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് വാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ലോക്കൽ മെഡിസിനാണ് എപ്പോഴും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാറുക. അല്ലാണ്ട് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ഉണ്ട്, കുറ്റം പറഞ്ഞല്ല, അതൊരു സത്യമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെള്ളം എടുക്കുകയാണേ. അങ്ങനെ നമ്മൾ മലയിറങ്ങി പുഴയിറങ്ങി വന്നപ്പോൾ കണ്ട ഒരു കൂണാണ് കേട്ടോ ഇത്. തടിയിൽ ഒരു പ്രത്യേക തരം പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ, കോളാമ്പിപ്പൂ പോലത്തെ കുറേ കൂണുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കളർ കോമ്പിനേഷൻ, 2 ഷെയ്ഡിലാണ് വരുന്നത്. ഇവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്പം വേനലായതുകൊണ്ട് വെള്ളമൊന്നുമില്ല, കണ്ടോ ഈ ഒരു തോട് പോലെ. പിന്നെ മഴക്കാലത്ത് ഇവിടെ ട്രക്കിംഗ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. മൺസൂൺ ട്രക്കിംഗ് ഇവിടെ അത്ര സേഫ് അല്ല. മണ്ണൊക്കെ ഭയങ്കര എന്താ പറയുക, ഇടിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ആകെ ടെറൈനൊക്കെ മാറി, വലിയ മരങ്ങളാണ് കേട്ടോ. നല്ല ഹൈറ്റ് കൂടിയ മരങ്ങളുടെ ഒരു പോർഷനിലേക്ക് എത്തി. അവിടെ ഒരു ചെറിയൊരു വീട് പോലെയൊക്കെ പണിതിട്ടുണ്ടോ, ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ്, ഒരു അടുക്കളയൊക്കെ ഉണ്ടാവും. കുറേ ഇറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു 9 കിലോമീറ്ററെങ്കിലും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വീണ്ടും ഒരു 3 കിലോമീറ്റർ നടന്നു വേണമായിരുന്നു നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ. അത് നമ്മൾ മരത്തിൻ്റെ അടിയിൽ കൂടെ നൂട്ടുകുത്തിയൊക്കെ പോയാണ് നമ്മൾ അവിടെ എത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ 12 കിലോമീറ്റർ താണ്ടി നമ്മൾ നമ്മുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഫുഡ് കഴിക്കാനായി എത്തിയേക്കുവാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഡോർമെറ്ററി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. ഫുഡ് കഴിച്ചിട്ട് ഇൻക്ലൂഡഡ് ആണ് ഫുഡ്. അത് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണേ. ഞാൻ ശരിക്കും വിശന്ന് കിളിമാറുന്നതിനേക്കാൾ നടന്ന് കിളിമാറിയാണ് കേട്ടോ എത്തിയത്. ശരിക്കും വിശപ്പായിരുന്നില്ല, പക്ഷെ എന്തൊക്കെയൊക്കെയോ കുടിക്കണം കഴിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നേ. അതിന് വിശപ്പ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ചിലർക്ക് വിശന്നിട്ടുണ്ടാവാം, എനിക്ക് പക്ഷേ അതായിരുന്നില്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന പ്ലേറ്റ്, ചോറ്, സാമ്പാർ, ചൂരമീൻ കറി, ചൂര വറുത്തത്, പപ്പടം, പയറുപ്പേരി, മോര്, അച്ചാറ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കത്തിൽ നമ്മളങ്ങനെ കഴിച്ചു പോയി, പക്ഷെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അത്രയ്ക്കും ഒരു ടഫായിട്ടുള്ള ജേണി തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പം നമുക്കിത് ഈസി ഗോയിങ് ആണ്, ഭയങ്കര അസുഖമല്ല സുഖമാണ്, അടിപൊളിയായിട്ട് എന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് ഓരോ യാത്രയ്ക്കും അതിൻ്റേതായിട്ടുള്ളൊരു ടഫ്നെസ് ഉണ്ട്. ആ ഒരു ടഫ്നെസ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടും. വീണ്ടും ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യാൻ തോന്നും. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ.
എൻ്റെ സുഹൃത്ത് സൗമ്യയാണ് കേട്ടോ എന്നെ ഈ ഒരു ട്രക്കിംഗ് ബുക്ക് ചെയ്യാനും ഒരു കോൺടാക്ട് നമ്പറൊക്കെ സംഘടിപ്പിച്ചതെന്നൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അതായിരുന്നു ഏറ്റവും വലിയ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ. അപ്പോൾ അവളോടത്തേക്ക് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു മത്സരമല്ല, നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആരും പ്രൈസ് ഒന്നും തരാൻ പോകുന്നില്ല, അതുകൊണ്ട് വേഗത നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം, എന്താണെന്നുണ്ടെങ്കിലും പറയുമെന്നാണ് കേട്ട് വിചാരിക്കരുത് എന്നൊക്കെ. പക്ഷേ ഈ ഒരു ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം അവർ നമുക്ക് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു കീ ചെയിനാണ്. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ആനയുടെ ചിത്രമൊക്കെ ഉള്ളൊരു കീ ചെയിൻ. പക്ഷെ ഇത് ഭയങ്കര ഒരു പ്രൈസ് തന്നെയായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ട്രക്കിംഗ് പാക്കേജ്. ക്ലൈമറ്റ് വാക്കിംഗ് എന്നാണ് പേര്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രീ ബുക്കിംഗ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഈ നമ്പറിലേക്ക് വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. പിന്നെ എല്ലാ സമയത്തും നമുക്ക് ഈ ട്രക്കിംഗ് അവൈലബിൾ അല്ല, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. പിന്നെ ഒരു പാക്കേജ് ഉള്ളത് ഇതാണ്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇതും സെലക്ട് ചെയ്യാം. പലരും ചോദിച്ചിരുന്നു എന്താണ് ഇത് സംഭവം, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഞാൻ വിചാരിക്കുവാണേ. നമുക്ക് അവിടെ നിന്നൊരു പാലജയുടെ ബിസ്ക്കറ്റും കിട്ടും. പിന്നെന്ത് കിട്ടും, ഒരു മിനറൽ വാട്ടറും കിട്ടും. മാക്സിമം കുടിച്ചില്ല. നമ്മൾ 16 പേരായിരുന്നു ട്രക്കിങ്ങിന് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ ബാങ്ക് ഓഫ് ബറോഡയിലെ സ്റ്റാഫുകളായിരുന്നു 14 പേര്. പിന്നെ ഞാൻ, പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു അദ്ദേഹം ഈ അറ്റത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങൾ ട്രക്കിങ്ങിനായിട്ട് ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് ഗൈഡൻസ് തരാനായിട്ട് അവിടെ നിന്ന് ഫോറസ്റ്റ് ഓഫീസർ, 3 ലോക്കൽ ഗൈഡ്സ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ഗൈഡൻസിലാണ് നമ്മൾ യാത്ര ചെയ്തത് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യാം, അവർക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ടീമായിരുന്നു. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയിലെ സ്റ്റാഫുകൾ ഭയങ്കര ജോളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ നമ്മൾ ഷെയർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടീം തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ യാത്രയിൽ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ നിന്ന് കിട്ടിയ ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എസ്പെഷ്യലി വുമൺസിന് ഞാൻ ഒരു പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു കേട്ടോ. ഹരിയേട്ടനും മക്കൾക്കും, മക്കളെ നോക്കാൻ വേണ്ടി ശാലിനി നേരത്തെ വന്നിരുന്നു. അപ്പം ഇവരുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.